രാഷ്ട്രീയ ഗുരുവായ MGRന്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് ജയലളിത ഭരണരംഗത്തും തിളങ്ങിയത്. 2001, 2011 കാലഘട്ടങ്ങളിൽ അവർ മികച്ച ഭരണമാണ് കാഴ്ചവെച്ചത് എന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്നു. 2006 അവർക്ക് ഭരണം നഷ്ടമായത് നടൻ വിജയകാന്ത് പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി രംഗത്തിറങ്ങി 9% വോട്ട് പിടിച്ചതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് 2011 അവർ വിജയകാന്തിനെ കൂടെ കൂട്ടി തമിഴകം തൂത്തുവാരിയത്. തുടർന്ന് 5 വർഷക്കാലം തമിഴ്നാട്ടിൽ ജനക്ഷേമ പദ്ധതികളുടെ വേലിയേറ്റമായിരുന്നു. 1 രൂപയ്ക്ക് ഇഡലിയും 5 രൂപയ്ക്ക് സാധനങ്ങളും നൽകുന്ന അമ്മ ഉണവകങ്ങളായിരുന്നു അതിന് തുടക്കം കുറിച്ചത്. പിന്നീട് മിനി ബസ്സുകളും മരുന്നുകളും ഉപ്പും കുടിവെള്ളവും സിമൻറ്റും തുടങ്ങി സാധാരണ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവർ വൻ വിലക്കുറവിൽ ജനങ്ങൾക്ക് നൽകി. അതാണ് കാൽനൂറ്റാണ്ടിന് ശേഷം തമിഴ്നാട്ടിൽ ഭരണ തുടർച്ചയ്ക്ക് വഴിവെച്ചത്. തുടർന്നും അവർ മികച്ച ഭരണമാണ് കാഴ്ചവെച്ചത്. അധികാരമേറ്റ ആദ്യ നാളിൽ തന്നെ സമ്പൂർണ്ണ മദ്യനിരോധനത്തിൻ്റെ ഭാഗമായി ഘട്ടം ഘട്ടമായുള്ള മദ്യനിരോധന ഉത്തരവിലാണ് അവർ ഒപ്പുവെച്ചത്. തുടർന്ന് സ്ത്രീകൾക്ക് പ്രസവാവധി 9 മാസമാക്കി ഉയർത്തിക്കൊണ്ടും ഉത്തരവിട്ടു. ഇതെല്ലാമാണ് ജയലളിതയെ ശരിക്കും ജനങ്ങളുടെ പ്രിയങ്കരിയാക്കിയത്. പ്രായോഗികമായിട്ട് ഒരു നയം നടപ്പാക്കുക എന്നതിനാണ് ജയലളിത എപ്പോഴും മുൻഗണന നൽകുന്നത്. ആ ഒരു സമീപനം തന്നെയാണ് മദ്യനിരോധനം ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്നുള്ള ജയലളിതയുടെ ആ ഒരു നടപടിക്ക് പിന്നിലുള്ളത്. ഒരു പതിറ്റാണ്ട് മുൻപ് വരെ കോൺഗ്രസ് നേതാവ് K. കാമരാജ്, MGR എന്നിവരെയായിരുന്നു തമിഴ്നാട്ടിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തങ്ങളുടെ പ്രിയപ്പെട്ടവരായി വാഴ്ത്തിയിരുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായി അതിൽ മുൻനിരയിൽ കയറ്റിയിരിക്കുന്നത് അവരുടെ സ്വന്തം പുരട്ചി തലവിയെയാണ്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.